ഇന്ന് കൊഴുക്കട്ട ശനി തിരുനാൾ. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഈ കുരിശുമരണത്തിന് മുൻപായി ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെ സ്വീകരിക്കുവാൻ ലാസറിന്റെ സഹോദരിമാർ തിടുക്കത്തിൽ മാവ് കുഴച്ചുണ്ടാക്കിയ മധുര പലഹാരത്തിന്റെ പ്രതീകമായിട്ടാണ് നാം ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഞാനിവിടെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ചേർത്ത് നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ്. കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചു നേരം ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മാവ് ഇളക്കി യോജിപ്പിക്കാം. ഇവിടെ ഫില്ലിങ്ങിനായിട്ട് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത ശേഷം ശർക്കരപ്പാനി ഒരു നൂൽപ്പാവ് ആവുമ്പോഴേക്കും നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി തണുക്കാൻ കുഴച്ച് വെച്ച അരിപ്പൊടി ഒന്നും കൂടി ഒന്ന് മയത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇവിടെ എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉരുളകളാക്കി കുറച്ച് വെള്ളം ഒന്ന് കൈ തൊട്ട ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്ത ശേഷം ഫില്ലിങ് അകത്ത് വെച്ച് നമ്മൾ അടച്ച് നമ്മൾ ഉണ്ടയാക്കി എടുക്കുന്നു. നമുക്ക് സ്റ്റീമർ വെച്ച ശേഷം ഈ കൊഴുക്കട്ടയൊക്കെ ഒന്ന് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം ഏവർക്കും കൊഴുക്കട്ട ശനി ആശംസകൾ.